MK മുനീറിന്റെ വായ്പ അടച്ചു തീർത്തു. 48 ലക്ഷം രൂപയുടെ വായ്പയാണ് അടച്ചു തീർത്തത്. മുസ്ലിം ലീഗ് നേതൃത്വം കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ കാശ് അടയ്ക്കുകയായിരുന്നു. ഇതുവരെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, അവരുടെ കുഴപ്പമല്ലല്ലോ. ഞാനത് പറയാതിരുന്നതാണ്, കാരണം പാർട്ടിയെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇപ്പോൾ പാർട്ടി ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അവരെന്നെ രണ്ടുപേരും വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി തന്നെ കുഞ്ഞാലിക്കുട്ടി സായി വിളിച്ചു, പിന്നെ തങ്ങൾ വിളിച്ചു, എല്ലാവരും വിളിച്ചിരുന്നു. കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിങ്ങൾ നീ പ്രയാസപ്പെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് പാർട്ടി എന്തോ ആലോചിക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും തീർച്ചയായിട്ടും അത്തരം ഘട്ടങ്ങളിൽ എനിക്ക് എപ്പോഴും തുണ എന്ന് പറയുന്ന പാർട്ടി തന്നെയല്ലേ. കാരണം ഇത്രയും കാലം എനിക്ക് MLA എന്നുള്ള നിലക്കും മന്ത്രി എന്നുള്ള നിലക്കും ഒക്കെയുള്ള സാലറി കിട്ടിയിട്ടുള്ളത് പാർട്ടിയെ കൊണ്ടല്ലേ. അപ്പോൾ എന്നെ എൻ്റെ പിതാവിന് ശേഷം എന്നെ സംരക്ഷിച്ച് വന്നിട്ടുള്ളത് എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ കാര്യങ്ങൾ പാർട്ടിയോട് പറയേണ്ടതായിരുന്നു. പക്ഷേ ഇതൊരു വ്യക്തിപരമായ പിന്നെ ലോണ് ഞാൻ എടുത്തതുകൊണ്ട് പിന്നെ പാർട്ടിയെ അതിൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ നിലപാട്. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, പാർട്ടി അറിയിച്ചിരുന്നില്ല, പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസമൊക്കെ പങ്കുവച്ചിരുന്നു. നമുക്കറിയാം, മുസ്ലിം ലീഗിന് ഏറെ വൈകാരികമായ ബന്ധമുള്ള ഒരു വീടാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട്. അത് പൂർണ്ണമായും പാർട്ടി അംഗീകരിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്, എന്റെ പിതാവ് മരിച്ച ശേഷം എന്നെ സംരക്ഷിച്ചത് പാർട്ടിയാണ്. MLA എന്ന രീതിയിലും മന്ത്രി എന്ന രീതിയിലും ഒക്കെ ഉള്ള ശമ്പളം എനിക്ക് നൽകിയത്, എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം ഒരുക്കിയതും പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടി തന്നെ സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വ്യക്തിപരമായ വീട് മോടി പിടിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എടുത്ത ഒരു വായ്പ ആയതുകൊണ്ട് തന്നെ അത് അടച്ചു തീർക്കാൻ പാർട്ടിയോട് പറയാൻ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിധം കടം വരികയും ഈ 31-നുള്ളിൽ കടം അടച്ചില്ലെങ്കിൽ ജപ്തി അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറെ വൈകാരികമായി സംസാരിക്കുന്ന ഒരു MK മുനീറിനെ നമ്മൾ കണ്ടു. വർഷങ്ങളോളം കേരളത്തിൽ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തമായ പേരിലെടുത്ത ഒരു വായ്പ അടയ്ക്കാൻ പോലും കഴിയാത്ത വിധം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയപ്പോൾ അത് വലിയ വൈകാരിക രംഗങ്ങൾ സൃഷ്ടിച്ചു. സമൂഹ മാധ്യമങ്ങളിലടക്കം ലീഗ് പ്രവർത്തകർ വലിയ തോതിൽ അദ്ദേഹത്തെ സഹായിക്കാനായി രംഗത്ത് മുന്നോട്ട് വരുന്ന കാഴ്ച കണ്ടു. ഒപ്പം വ്യവസായ പ്രമുഖരായ ആളുകളൊക്കെ അടക്കം പലരും വ്യക്തിപരമായി സഹായിക്കാമെന്ന വാഗ്ദാനവുമായൊക്കെ മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ അത്തരത്തിൽ വ്യക്തിപരമായ വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. പാർട്ടി നേതാക്കൾ ആദ്യഘട്ടം മുതൽ തന്നെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നലെ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ MK മുനീറിന്റെ ഫോണിൽ ബന്ധപ്പെട്ടു. നോർത്തിലെ സ്ഥാനാർത്ഥി അടക്കം, അല്ലെങ്കിൽ സൗത്തിലെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു അടക്കം ആ വീട് തങ്ങളുടെ വീട് കൂടിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി രാവിലെ അദ്ദേഹം സംസാരിച്ച് അല്പ സമയം കഴിഞ്ഞപ്പോഴാണ് കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ ഈ മുഴുവൻ തുകയും 48 ലക്ഷത്തിന് അടുത്തുള്ള തുക ആ അക്കൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ വീടിന്റെ ആധാരമടക്കമുള്ള സാമഗ്രികൾ മറ്റ് നിയമ നടപടികളൊക്കെ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളൊക്കെ പൂർത്തിയാക്കുമ്പോൾ ലഭ്യമാവും. എന്തായാലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടി സഹായിച്ചിരിക്കുന്നു. പാർട്ടി കൈവിടില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അക്ഷരം പ്രതി പാലിക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് ഒരു വല്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന് സഹായമായി എത്തിയിരിക്കുന്നു. എന്തായാലും നേരത്തെ കാലിക്കറ്റ് കോഴിക്കോട് സൗത്തിൽ അദ്ദേഹം മത്സരിക്കുമെന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. കൊടുവള്ളിയിലെ MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു ദിവസങ്ങളോളം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കിടന്ന ശേഷമാണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് വന്നത്. ഇപ്പോഴും പൂർണ്ണ ഒരു ആരോഗ്യവാനാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പ്രചാരണത്തിലൊക്കെ അടക്കം ഈ ചൂടുകാലത്ത് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ടൊക്കെ കൂടിയാവാം സ്ഥാനാർത്ഥിയിൽ നിന്നും ഇത്തവണ മാറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനൊക്കെ അപ്പുറം കൃത്യമായ ഒരു പാർട്ടി എന്ന രീതിയിലുള്ള ഇടപെടൽ മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരിക്കുന്നു. ഇനി സ്വസ്ഥമായി കടക്കാരെ ഭയക്കാതെ MK മുനീറിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയാം. പിതാവിന്റെ ഓർമ്മകളൊക്കെ ഉള്ള വീട് നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഇനി ആവശ്യമില്ല. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.